കറി വെക്കണമെങ്കിൽ ആഹാ ഈ ചട്ടി കുറേ നാളായല്ലോ ഇതെടുത്തിട്ട്. അയ്യോടാ, പുതിയത് മേടിച്ചിട്ട് ഇതിപ്പോൾ എടുക്കലേ ഇല്ല. ഇത് തന്നെയാണ് നല്ലത്. മറ്റേത് പുതിയത് കണ്ട് നല്ല ഭംഗിയൊക്കെ കണ്ട് മേടിച്ചതാ, പക്ഷെ ഗുണമില്ല. നീ തന്നെ കേട്ടോ സൂപ്പർ. ഇതാകുമ്പോൾ അടി പിടിക്കില്ല. മറ്റേ എപ്പോൾ നോക്കിയാലും അടി പിടിക്കില്ല. ഭംഗി മാത്രമേ ഉള്ളൂ അതിനൊക്കെ. ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ തന്നെ വേണം അല്ലേ? അത് കഴുകി വൃത്തിയാക്കി അടിപൊളി ഒരു അവിയലുണ്ടാക്കാം. നീ ആരോടാടി സംസാരിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ ആരോടോ സംസാരിക്കുന്നു? അച്ഛൻ വിളിച്ചാമാ? ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. എന്തു പറഞ്ഞ്? എന്ത് പറയാനാ, പതിവ് പല്ലവി തന്നെ. എപ്പോഴാ ചെല്ലുന്നതെന്നും പറഞ്ഞോണ്ട് ചൂടായി. അപ്പൊ ഒന്നും പറഞ്ഞില്ല? അപ്പൊ ഞാൻ ഒന്നും മിണ്ടിയില്ല, മിണ്ടാതെ നിന്നു. അയ്യോ, അമ്മയ്ക്ക് മിണ്ടാതെ നിൽക്കാനൊക്കെ അറിയാമോ? അല്ല, മിണ്ടിയാലല്ലേ ഉള്ള പ്രശ്നം. അപ്പൊ അങ്ങനെ പറയുമ്പോഴല്ലോ എന്താടി മിണ്ടാത്തേന്ന് ചോദിച്ചിട്ട് ഫോൺ വെച്ചിട്ട് അങ്ങ് പോകും. അച്ഛനെ സമ്മതിക്കണം. എന്താ അമ്മനെ സഹിക്കണേനെ. അല്ല, അച്ഛനൊന്നും പറയത്തില്ലല്ലയോ? അച്ഛനോട് ഞാൻ സംസാരിക്കാറുള്ളതല്ലേ. അച്ഛന് ഒരു കുഴപ്പമില്ല. അമ്മയുടെ നാക്കിന കുഴപ്പമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഫോൺ വിളിച്ചു തരാം. സംസാരിക്കുന്നെല്ലാം കേട്ടോണ്ടേക്ക്. ഓ, എനിക്ക് ഫോൺ വിളിച്ചാ ഞാനും അച്ഛൻ എത്ര സമയം വേണമെങ്കിലും സംസാരിക്കും. ഒരു കുഴപ്പമുണ്ടാവാറില്ല. പിന്നെ ഇതൊക്കെ അഭിനയമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരും കൂടെ ഭയങ്കര റൊമാൻസ് ആണെന്നൊക്കെ നമുക്ക് പിടികിട്ടി. നമ്മളെ കാണുമ്പോഴാണല്ലോ കീരിയും പാമ്പും പോലെ അഭിനയിക്കണേ. ദോശയില്ലാത്ത വല്ലതും കഴിക്കണ്ടാ? ആ ഉണ്ടടാ, ദോശയില്ലാത്ത ചമ്മന്തി സാമ്പാറുണ്ട്. മതിയാ? എന്നാ പിന്നെ അതിന്റെ കൂടെ 2 ദോശയും കൂടി ഇങ്ങട്. പൊന്നു പോലെ നിനക്ക് അറിഞ്ഞൂടെ ഈ വീട്ടില് ദോശ അല്ലാണ്ട് വേറെ ഒന്നും വേവൂലെന്ന്? പിന്നെ ദോശ അല്ലാണ്ട് ഒന്നും വേവില്ല. പിന്നെ നീയൊക്കെ പൊട്ടിക്കരുത്. ഞാൻ കഴിവെക്കാം. കഴിഞ്ഞ ദിവസം നീയൊക്കെ പുട്ടും പയറും പപ്പടവും കഴിച്ചില്ലായിരുന്നോ? അതാരും കൊണ്ടുവന്നതാ? അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. അമ്മ വന്നല്ലേ അമ്മ വെള്ളയപ്പവും കടലക്കറി ഉണ്ടാക്കിയത്? പിന്നല്ലേ. അപ്പൊ അതാരും ഉണ്ടാക്കിയത്? എല്ലാ ദിവസവും വെറൈറ്റി കഴിക്കണമെങ്കിലേ തന്നെ വന്ന് അടുക്കള ഒന്ന് കുക്ക് ചെയ്യാൻ നോക്ക്. എനിക്ക് അങ്ങനെയൊന്നുമില്ല അമ്മ. അമ്മക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കി തന്നത് ഞാൻ കഴിച്ചോളാം. ഹലോ, ഇങ്ങോട്ട് വന്നേ. മോനെ മുറിപ്പിച്ചിക്കാണ്ട് എന്താണ്? വാ, ഇതൊക്കെ ഒന്ന് ചെയ്തേ. അയ്യോ, എനിക്ക് അത്യാവശ്യമായിട്ട് അശ്വതി വിളിക്കാറുണ്ടാവും. അശ്വതി എന്റെ കോളിന് വേണ്ടി കാത്തിരിക്കായിരിക്കും. ഇവിടെ വാ. കഴിച്ചിട്ട് പോ. കഴിച്ചിട്ട് പാത്രം കഴുകി വെക്കാൻ പറ്റുമോ? അമ്മ, ഇത്രയും പണി ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു. ഇനി ആ പാത്രം മാത്രം കഴുകി ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ആ പാത്രം കൂടെ അമ്മ കഴുകി വെച്ച് ഫുൾ ക്രെഡിറ്റ് അമ്മ അങ്ങ് എടുത്തോ പോരെ? അയ്യോ പാവം കൊച്ചേട്ടാ, എന്തൊരു സ്നേഹം എന്നറിയാമോ അമ്മയോട്. കണ്ട കഴിക്കാൻ പറ്റുമോ? വായി വെച്ച് തന്നാൽ സന്തോഷം. എനിക്ക് പക്ഷെ സന്തോഷം. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ ഈ മാവിൽ എന്തോരം മാങ്ങയായിരുന്നു. കഴിഞ്ഞ വർഷം കുറവായിരുന്നു. അതിന് മുമ്പത്തെ വർഷം അപ്പുറത്തൊക്കെ കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. ഓഹോ, ഇത്തിലും കയറിയാ? എന്നാൽ പിന്നെ ഈ പ്രാവശ്യം കണക്കായിരിക്കും. ഞാൻ പേരും പറഞ്ഞ് ഈ പ്രാവശ്യം മാങ്ങയേ ഉണ്ടാവില്ല. പക്ഷെ എന്ത് കഷ്ടമാണ് നോക്കണേ. നല്ല മാങ്ങയാണ്. ഓ, പുളിശ്ശേരിയൊക്കെ വെക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണ്. മാമ്പഴ പുളിശ്ശേരിക്ക് ഇനി വല്ലവൻ്റെ വീട്ടിൽ നിന്ന് മാങ്ങ പറക്കേണ്ടി വരും. എന്ത് എന്ത് കണ്ണോണ്ടൂടെ എന്താ ചെയ്യണേന്ന്? ചപ്പൻ ചവറും കളയുന്നു. പിന്നെ എന്തെന്ന് ചോദിക്കണ എന്തിനാ? ചപ്പൻ ചവറിനോട് മാർക്കെടുക്കാൻ പറയായിരുന്നു. ഫ്രഷ് കോമഡി. മറ്റേ സെമിനാറിന് പോയിട്ട് വന്നപ്പോ പഠിച്ചായിരിക്കും അല്ലേ? കൊള്ളാം കേട്ടാ. എവിടെ പോണ്? ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങിയതാ. പാമ്പണ്ടാ നോക്കിയതാ? പാമ്പൊന്നും ഇല്ല. അമ്മ ആരോട് സംസാരിച്ചോണ്ടിരുന്നേ? ഞാൻ ആരോട് സംസാരിക്കാൻ? ഇവിടെ മാവും ചപ്പും ചവറും അല്ലാണ്ട് വേറെ ആരും ഇല്ല. എന്ത് രണ്ടെണ്ണത്തിന് സഹായം എന്തെങ്കിലും വേണോ അമ്മ? എത്ര മനോഹരമായ വാക്കാണെന്നറിയാമോ ഇത്? ഞാൻ ആ അടുക്കള നിൽക്കുമ്പോഴേ ഈ വേടൊന്നും ഉപയോഗിക്കാത്ത എന്താ? മണ്ടഞ്ചേരി. എന്നാ പിന്നെ ഞങ്ങളങ്ങ് പോട്ടോ? ഓ പോ. ശിവക്ക് പഠിക്കാനൊന്നും ഇല്ലല്ലേ? ഉണ്ടമ്മ. പോവാ. എന്നാ പോയിക്കൂടെ? എന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കണേ. ഫിലിം ഏതോ നമുക്ക് പോവല്ലേടി? ഇന്ന് സൂപ്പർവൈസിംഗാ? അയ്യോ അല്ലമ്മ, ഞങ്ങളെ കണ്ട് പഠിക്കാന്ന് വെച്ചോ. നല്ലേ ചേച്ചി? കണ്ടു പഠിക്കലൊന്നും ഇല്ല, പ്രാക്ടിക്കൽ മാത്രമേ ഉള്ളൂ. വാ. എടാ ഒന്ന് സഹായിക്കാന്ന് വെച്ചപ്പോ അത് കുറ്റായോ? നിങ്ങൾ പോയേ ചെല്ല്. വാടകയും നടക്കൂല. ബൈ കൊച്ചിന് ഇന്ന് ജോലിക്കൊന്നും പോണ്ടേ? ഒരു മൂടില്ല നിലമ്മ.
മൂടില്ലെന്നാ? മൂടില്ലേ? ആ പോ ചെല്ല്. മൂടില്ലെന്ന്. ഇവിടെ ഓരോ പിള്ളേർ ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്. ഒരു ജോലി കിട്ടിയിട്ട് വേണം അവർക്ക് 10 കാശ് ഉണ്ടാക്കാനെന്ന് പറഞ്ഞു. ജോലി കിട്ടിയപ്പോൾ മൂടില്ലെന്ന്. ന്യൂ ജനറേഷൻ അല്ലാണ്ട് എന്ത് പറയാനാ? അഹങ്കാരി പൈസ ഉള്ളതിൻ്റെ. ഫോണില്ലേ രണ്ടുപേരും? നടക്കുക മനുഷ്യൻ്റെ നേരം സമയം കളയാനായിട്ട്. എന്നാ ഇവിടെ അമ്മ കിടന്ന് തൂക്കണം ഒറ്റയ്ക്ക്. വന്ന് സഹായിച്ചു തരാം. അതില്ല. ഇല്ല, നോ പ്രോബ്ലം. അത് നടന്നിരിക്കും. ഞാനല്ലേ വാക്ക് തരുന്നത്. ഉറപ്പായിട്ടും. ഓ ചെയ്യാന്ന്. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ വിളിച്ചോളൂ. നമുക്ക് പരിഹാരം കാണാമല്ലോ. ഈവൻ മിഡ് നൈറ്റ് ആണെങ്കിൽ പോലും ഞാൻ ഫോൺ ആൻസർ ചെയ്തിരിക്കും. അറിയാമല്ലോ. ഓ ശരി. ഓക്കെ ബൈ, ടേക്ക് കെയർ. എന്ത് അല്ല എന്തിങ്ങനെ നോയിക്കൊണ്ടിരിക്കണ്? അല്ല എന്തൊക്കെയാ നോയിക്കൊണ്ടിരിക്കണത്? അല്ല നീ കാര്യം പറ. അല്ല പതിവില്ലാതെ അല്ല ആരെ വിളിച്ചത്? എനിക്ക് ഫോൺ വിളിക്കാനും പാടില്ലേ? അതെന്നെ പറഞ്ഞു വന്ന പതിവില്ലാതെ കളിയും ചിരിയും. ശരി, അപ്പൊ ഞാൻ കളിയും ചിരിയും കൂടി പാടില്ല അല്ലേ? കളി ചിരി ആയിക്കോട്ടെ, ആരെ വിളിച്ചത് അത് പറയേ. ഹൈ, എൻ്റെ മനസ്സ് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ കളിയും ചിരിയൊക്കെ ആയിട്ട് സംസാരിക്കും. നല്ല ശുദ്ധ മനസ്സാണ് എൻ്റെ. അതുകൊണ്ട് എന്നോട് സംസാരിക്കുന്ന ആൾക്കാർ ഹാപ്പി ആയിട്ട് സംസാരിക്കും. ആണല്ലേ? ഒന്ന് ആരെ വിളിച്ചത് അതൊന്ന് പറയാൻ പറ്റുമോ? അറിഞ്ഞിട്ട് അറിയണം. ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, എനിക്ക് അറിയണം ആരെ വിളിച്ചു. അത്ര തന്നെ. ആരെ വിളിച്ച പറയും. അറിയണോ നീ? അറിയണം. ഉറപ്പാണ്? ഉറപ്പാണ്. നിന്റെ പപ്പ. പപ്പ എന്തിനാ വിളിച്ചേ? അത് പല കാര്യങ്ങളുണ്ടാവും. നിന്റെ പപ്പയും ഞാനും തമ്മിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ബിസിനസ് കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ പേഴ്സണൽ കാര്യങ്ങളായിരിക്കാം. അല്ല പറയാൻ പറ്റുകയാണെങ്കിൽ പറഞ്ഞാൽ മതി. എന്തിനാ വിളിച്ചേ? നിന്റെ പപ്പ എന്നെ എപ്പോഴും വിളിക്കും. അതേ, പപ്പ നിന്നെ വിളിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല. പറയുമ്പോൾ ഒരു കംഫർട്ട് ഫീൽ ചെയ്യണ്ടേ? ഹൈ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ അച്ഛനമ്മമാരോട് സംസാരിക്കുമ്പോഴേ നമ്മൾ മക്കളെ പോലെയല്ല സംസാരിക്കേണ്ടത്. അവരുടെ അച്ഛനമ്മമാരെ പോലെ സംസാരിക്കണം. അവരെ കുട്ടികളെ പോലെ ഫീൽ ചെയ്യിപ്പിക്കണം. അപ്പോഴാണ് അവർക്കൊരു കുട്ടിത്തരവും തമാശയും സന്തോഷവും ഒക്കെ ഉണ്ടാവുന്നത്. അതാദ്യം പഠിക്കണം. എനിക്കറിയാം എൻ്റെ പാരൻസിനോട് എങ്ങനെ സംസാരിക്കണം. നിങ്ങൾ പഠിപ്പിക്കുന്ന ഓക്കെ. ഫോണ്. ഹലോ, പപ്പയായിരിക്കും. എടുക്ക്, ഇങ്ങനെ സംസാരിക്കാം. എന്താ? അല്ല വേണ്ട, അത് ഞാൻ സംസാരിക്കാം. പപ്പയ്ക്ക് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചില കാര്യങ്ങൾ പറയണ്ടോ? ആ സാരില്ല, നിങ്ങൾ ഇങ്ങനെ ഞാൻ സംസാരിക്കും. ഫോണിൽ തന്നെ. അല്ല എന്തിന്? അത് വൈകിയോട് ഞാനൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓഫീസിലെ കാര്യം ചെയ്യാൻ വേണ്ടി, അപ്പോൾ ഒരു ഫയൽ ശരിയാക്കാൻ വേണ്ടി. അത് ഓക്കെ ആയി എന്ന് പറയാൻ വേണ്ടി വിളിക്കായിരിക്കും. ആണോ? നിങ്ങൾ ഫോൺ എടുക്കാൻ എന്താ? ഞാൻ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ ഫോൺ എടുത്തില്ലേ? എന്തുകൊണ്ട് അവളുടെ ഫോൺ എടുത്തില്ല? എനിക്കിപ്പോ അറിയണം എന്തുകൊണ്ട് എടുത്തില്ല. പറ. അല്ല അത് വൈകിക്ക് ചില കാര്യങ്ങൾ. ഫോൺ അടിക്കുന്നു. ആ പ്രചോദേ, ആ പറയ്. പ്രചോദ് അവളെ ഫോൺ എടുത്തില്ല, ഇങ്ങനെ ഫോൺ എടുത്തില്ലേ? പ്രചോദ് ഓഫീസിലെ കാര്യങ്ങൾ സംസാരിക്കും. പ്രചോദ് ഞാൻ ഇവിടെ പറഞ്ഞോ, ഒന്ന് ഹോൾഡ് ചെയ്യേ. ഓഫീസിലെ സീരിയസ് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സംസാരിക്കാതെ. ആ പ്രചോദ് വായിക്ക്. വായിക്കാനാ? ഒറ്റൊന്നല്ല, മൊത്തത്തിൽ വായിക്ക്. അത് കറക്റ്റാണ്. കട്ടിയല്ലേ പ്രചോദ, മൊത്തം വായിക്ക്. മൊത്തം വായിക്കാൻ 3-4 ഫയൽ എല്ലാം വായിക്ക്. എല്ലാം വായിക്കേ. ഫോണും കട്ടിയിട്ട് ഇങ്ങോട്ട് തന്നെ വരുമല്ലോ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ആദ്യം ചെയ്യേണ്ടത് അവളെ അവളെ പിടിച്ച് പുറത്താക്കണം. എന്നാലും ഇങ്ങനെ അഹങ്കാരം കുറച്ചെങ്കിലും അടങ്ങത്തുള്ളൂ. ഒരു ദിവസം വീട്ടിൽ നിന്നാ ഇല കുത്തിക്കളയാൻ മാത്രമേ തികയുള്ളൂ. ഇതാണ് കൂടുതൽ പറമ്പുള്ള സ്ഥലമൊക്കെ എല്ലാ വീട്ടിൽ താമസിച്ചാൽ. എന്തിനാണ് ഈ മൊസാണ്ട കുന്തം? കുറേ ഇല മാത്രം വന്ന് വീഴുന്നുണ്ട്. ഇതുകൊണ്ട് എന്ത് ഗുണമുള്ളത്? വായിക്കൊള്ളാത്തൊരു പേരും മൊസാണ്ട. അല്ല മാവൊക്കെയാണ് പ്രയോജനം ഉണ്ടായിരുന്നു. മാങ്ങയെങ്കിലും കിട്ടും. എന്തോരം ഇല്ലേണ്. എന്ത് അമ്മ ഇത് ആരോട് സംസാരിച്ചോണ്ടിരുന്നു? എന്റെ അച്ഛനോട്. ഭരത്തിന്റെ മണ്ടക്കിരിക്കും അച്ഛൻ തിരിക്കും. എങ്ങനെ അച്ഛൻ വരട്ടെ, പറഞ്ഞു കൊടുക്കാം. മകൻ അച്ഛനെ കുരങ്ങാന്ന് വിളിച്ചത്. അങ്ങനെ പറയല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാനും അച്ഛനടുത്ത് പറഞ്ഞു കൊടുക്കും. അമ്മ എന്റെ അച്ഛനെ വിളിച്ചായി പറഞ്ഞോ. എനിക്കെന്ത്? എന്റെ അച്ഛനില്ലാത്തപ്പോ നിന്റെ അച്ഛൻ എന്നെ പോക്കാലും കുട്ടമ്പലയുടെ മോളെന്നാ വിളിക്കുന്നത്. അപ്പൊ നിന്റെ അച്ഛനില്ലാത്തപ്പോ നിന്നെ എനിക്ക് വിളിക്കാം. അതമ്മ പറഞ്ഞാലും കാര്യമുണ്ട്. അല്ല അമ്മ, അമ്മ ഇതിപ്പോ ശരിക്കും ആരോടാണ് സംസാരിച്ചോണ്ടിരുന്നത്? ചേട്ടാ ഇത് കണ്ടാണ് ഈ ചെടി കൊണ്ട് എന്താണ് പ്രയോജനം? ആ ഹൗസ് ഓണറാണെങ്കിൽ ഇത് വെട്ടാൻ സമ്മതിക്കണമില്ല.
കുറേ ഇങ്ങനെ പൊഴിഞ്ഞോണ്ടേ ഇരിക്കുക, ഇല മാത്രം ഇങ്ങനെ വീണോണ്ടിരിക്കും. കണ്ട വല്ല ഇല ഉണ്ടാന്ന് നോക്കി അതിനകത്ത് ആ പൂ മാത്രമേ പൂവാണോ ഇത്? ഇതാ ഇല അതേ ഇങ്ങനെ ഇങ്ങനെ കിടക്കണ പൂവെന്ന് പറയണത്, വെള്ള കളറായിട്ട്. അല്ലമ്മ ഇതൊക്കെ പക്ഷേ ചെടിയോട് പറഞ്ഞ അതിന് മനസ്സിലാവോ? ആര് പറഞ്ഞ മനസ്സിലാവില്ലെന്ന്? ചെടിക്കൊക്കെ കേൾക്കാൻ പറ്റും. പറഞ്ഞു നോക്കി എന്തെങ്കിലും. അതെ അതെ ചോദിച്ചെന്നേ ഉള്ളൂ. എന്താണ് അതെ അതെ എന്താ കളിയാക്കാണ്? അങ്ങനൊന്നുമില്ലമ്മ. രാവിലെ തൊട്ട് എൻ്റെ പുറകെ കിടക്കണം, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നേരത്തെ 2 എണ്ണം വന്ന് എന്തൊക്കെയോ ചോദിച്ചിട്ടും പോയി, അമ്മ എന്താ സംസാരിക്കണേന്ന്. അല്ലമ്മ ഒരു ചെറിയൊരു ഡൗട്ട്. അമ്മ ഈ മരത്തിൻ്റെ അടുത്ത് തന്നെയാണോ സംസാരിച്ചേ? എന്താണ് സംസാരിച്ചത്? ഞാൻ എന്തെങ്കിലും സംസാരിക്കും, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ സംസാരിക്കും. അതൊക്കെ നിങ്ങളെ ബോധിപ്പിക്കണം. നിങ്ങൾ ഫോണും കൊണ്ട് ആ മൂലയ്ക്ക് ഈ മൂലയ്ക്ക് അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. ഞാൻ നിങ്ങളടുത്ത് ചോദിക്കണ്ട എന്താ സംസാരിക്കണേന്ന്? എനിക്കെന്താ സംസാരിച്ചൂടെ? എന്താ ഇവിടെ ഒരു ബഹളം? ആ വല്യമ്മ വന്നല്ല, ഇതിൻ്റെ കൂടി കുറവേ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ചേച്ചി നേരത്തെ നമ്മളവിടെ മാവിന്റെ മൂട്ടി പോയപ്പോഴത്തേന് അമ്മ മാവിനോട് സംസാരിക്കുന്ന ചേച്ചി കണ്ടതല്ലേ? ഞാൻ കണ്ടത്, എന്നെ കണ്ടുകൊണ്ട് കണ്ടത്. ആ ഇപ്പൊ ദേ ഞങ്ങളും കണ്ടു. നേരത്തെ ഈ സെയിം ചോദ്യം ഞങ്ങൾ അമ്മയടുത്ത് ചോദിച്ച് അമ്മ ഞങ്ങൾ ഓട്ടി പറഞ്ഞു വിട്ടു. എന്ത് പറഞ്ഞു വിട്ടെന്ന്? ഓടിച്ച് പറഞ്ഞു വിട്ടെന്ന്. മുന്നേ അമ്മ ഒറ്റ കാര്യം പറഞ്ഞാൽ ഞങ്ങളങ്ങ് പൊക്കോളാം. ആ ചോദിക്ക്. അമ്മ ശരിക്കും ഈ മരത്തിൻ്റെ അടുത്ത് തന്നെയാണോ സംസാരിച്ചത്? ഞാനത് ആന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊയ്ക്കോളൂ. ആ പൊക്കോളാം പൊക്കോളാം. പറയണ്ടേ? തല്ലാൻ വന്നല്ലേ? അല്ല, എന്നാ പറ. പറയാൻ വന്നതാ. പറ. ഞാൻ മരത്തിൻ്റെ അടുത്ത് തന്നെയാണ് സംസാരിച്ചത്. സമാധാനമായില്ലേ? ഇനി പൊയ്ക്കോ. എന്നാലും അമ്മ മരത്തിൻ്റെ അടുത്തൊക്കെ എന്തിനാണ് സംസാരിച്ചോണ്ടിരുന്നത്? എനിക്ക് സൗകര്യമുള്ളതൊക്കെ ഞാൻ മരത്തിനോട് സംസാരിക്കും. നിന്നെ ബോധിപ്പിക്കണം. നീലമ്മയ്ക്ക് ശരിക്കും ഇതിന് കുഴപ്പമുണ്ടോ? എൻ്റെ മൂത്ത മോൻ്റെ കല്യാണം കഴിയുന്നിടം വരെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ചെറിയ എന്തോ കുഴപ്പമുണ്ട്. നീയൊക്കെ പറഞ്ഞു പറഞ്ഞ് എനിക്ക് വേറെന്തോ അസുഖമാണെന്ന് തോന്നുമല്ലോ. പോ നാലെണ്ണം എൻ്റെ പുറകെ അടക്കുക. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാം. എന്തോ കുഴപ്പമില്ലേ? എന്തോ ഇല്ല, എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അയ്യോ ആ മെത്തേഡ് അടിയിലൊന്ന് നോക്ക്. അവിടുന്ന് ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നീങ്ങി നോക്ക്. കിട്ടിയാ? ഇങ്ങോട്ട് ചാടിക്കടിക്കാൻ വരുന്നതിന് മുമ്പേ അവിടെയൊക്കെ ഒന്ന് നോക്കണം. കണ്ണും കാണത്തില്ല, ചെവിയും കേൾക്കത്തില്ല. എന്നാലും സമ്മതിച്ചു തരുമോ? അതിട്ടില്ല താനും. ഓ മുമ്പോയ്. ഓ ആ ഞാൻ വിളിക്കാം കേട്ടോ. ശരി. എന്തോ മക്കളെ? അമ്മമ്മ ആ അമ്മ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. ആ ശരിയാടി, ഞാൻ രാവിലെ അടുക്കളയിൽ ചെന്നപ്പോഴേ അവൾ അവിടെ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നു. ഞാനത് വലിയ കാര്യമാക്കിയില്ല. അടുക്കളയില്ല, ഇപ്പൊ അവിടെ ഏതോ മരത്തിൻ്റെ അടുത്ത് ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നോക്കുമ്പോ കുറച്ചു മുമ്പ് മാവിനോട് വർത്താനം പറയുന്നു. അമ്മയ്ക്ക് വട്ടായെന്ന് തോന്നുന്നു. ആയാ? ആയാ ഒന്ന് പോ പിള്ളാരെ. ഇതേ പ്രശ്നം പണ്ട് എൻ്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുമായിരുന്നു. അപ്പൊ പാരമ്പര്യമായിട്ട് കിട്ടിയ വട്ടാണോ? ഒന്ന് പോവച്ചേ അവിടുന്ന്. ഞാൻ കാണുന്ന കാലം തൊട്ട് എൻ്റെ അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാറുണ്ട്. അല്ല ഇപ്പൊ അമ്മൂമ്മ എന്തിനു പറഞ്ഞു പറഞ്ഞത്? ഇനി എൻ്റെ അമ്മ എങ്ങാനും നീലുവിൻ്റെ കൂടെ കൂടിയോ? അങ്ങനെ പേടിപ്പിക്കാണ്ടിരി അമ്മൂമ്മ. പേടിക്കൊന്നും വേണ്ട, എൻ്റെ അമ്മ പാവമായിരുന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മൂമ്മ, മരിച്ചു പോയില്ലേ, അപ്പൊ പിന്നെ പേടിക്കണ്ടേ? ഒന്ന് പോടാ അവിടുന്ന്. അമ്മൂമ്മ അമ്മയുടെ പോക്ക് കണ്ടിട്ട് എനിക്ക് അത്യാവശ്യം ചെറിയ രീതിയിൽ പേടിയാവുന്നുണ്ട്. ഇതിപ്പോ എന്ത് ചെയ്യാൻ പറ്റൂ? എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. എന്തുവാ? നമ്മുടെ ഹൈമാൻഡിക്ക് പണ്ട് ഇതേപോലത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു? ആ ഉണ്ടായിരുന്നു. അതിപ്പോ ഉണ്ടാ? ഇല്ല. എങ്ങനെയില്ല? മാറി, അവര് കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കി. അപ്പൊ പിന്നെ ഇതിന്റെ ഐഡിയ നമ്മുടെ റാംകോർ അങ്കിളിന് അറിയായിരിക്കും. അങ്കിളിനോട് ചോദിച്ചാൽ ഡീറ്റെയിൽസ് അറിയാം. എന്നാ ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ പോയി രാംകുമാറിനോടൊന്ന് ചോദിര്. ഹൈമോദിയോട് ചോദിക്കല്ലേ. അപ്പൊ ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഞങ്ങളിപ്പോ ഞങ്ങളുടെ അടുത്ത് ചോദിക്കാം. അമ്മൂമ്മ വാച്ചമ്മ. ഓ ഓക്കെ ഓക്കെ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓ അമ്മൂമ്മ പാവല്ലേ അമ്മൂമ്മയുടെ അമ്മ? എടാ പാവോടാ, അവരൊന്നും ചെയ്തൊന്നുമില്ല. ഈ തീറ്റപ്പല്ലുവല്ലോ ഇങ്ങനെ. ഒന്ന് പോടാ അവിടുന്ന്, ഇങ്ങോട്ടോടാ. ആ പ്രചോദേ, ആ കൊട്ടേഷൻ ഞാൻ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നീ അയക്കി. ഇല്ലല്ല, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. ഞാൻ പിന്നെ വീഡിയോ കോൺഫറൻസിൽ വന്നോളാം. ആ ഞാൻ മീറ്റിങ്ങിൽ അപ്പോൾ ജോയിൻ ചെയ്തോളാം. ശരി ശരി. ഓ ആ എല്ലാവരും ഉണ്ടല്ലേ? എന്ത് വിശേഷം? ഓ ഒന്നുമില്ലെങ്കിലേ സുഖമായിട്ടിരിക്കുന്നു. ദിയെ കാണാൻ വന്നാ? അല്ല, ഞങ്ങൾ ആക്ച്വലി അങ്കിളിനെ കാണാൻ വന്നതാ. അപ്പൊ എന്തോ കാര്യമായിട്ടാണല്ലോ. ഇരിക്കി, കാര്യം പറ. അത് ഞങ്ങളെ ഞങ്ങൾ അങ്കിളിന്റെ ഒരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി വന്നതാ. എനി ടൈം ചോദിക്കേ, ഹെൽപ്പ് എന്താ വേണ്ട പറ. അത് തന്നെ എല്ലാരും ഉണ്ടല്ലോ. എന്താ പാറക്കുട്ടി, സുഖം തന്നെയാ?
ഉണ്ണിക്കുട്ടാ എന്തൊക്കെയാ വിശേഷം? സുഖം തന്നെയാ? ഓ സുഖമായിട്ടിരിക്കണ ആന്റി. ആന്റിക്ക് സുഖമല്ലേ? പിന്നെന്താ, സുഖം തന്നെ. അടിപൊളി. എന്നാ പിന്നെ നമുക്കങ്ങ് പോയാലോ? ഓ ശരി. ഉണ്ണിക്കുട്ടാ ഇങ്ങോട്ട് വാ. ഇതെന്താണ് സുഖവിവരം അന്വേഷിക്കാൻ അപ്പുറത്ത് ഇവിടെ വരെ വന്നത്? ദിയ ചേച്ചി, ആ ദിയ ചേച്ചിയെ അന്വേഷിച്ചാണ് ഞങ്ങള് വന്നത്. ദിയ ചേച്ചി പറഞ്ഞാ പോരെ. ദിയാ മോളെ, ദിയാ ഇങ്ങ വാ. ഇതാരൊക്കെ വന്ന് നോക്ക്. ആ വന്നാ. എന്താടാ? ഹായ് ദിയ ചേച്ചി. ഹായ്. നമ്മള് അവിടെ വെച്ച് കണ്ടതിന് ശേഷം പിന്നെ കണ്ടതേ ഇല്ല. എവിടെ പോയി പെട്ടെന്ന്? ഞാൻ മമ്മയെ വിളിച്ചപ്പോ ഇങ്ങോട്ട് വന്ന്. എന്ത്? എനിക്ക് അപ്പോഴേ തോന്നി ആന്റി വിളിച്ചതാണ്, അതുകൊണ്ടായിരിക്കും ചേച്ചി. ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ അതാ കാര്യം എന്ന്. എന്നാ പിന്നെ ചേച്ചി ഇവിടെ ഇരുന്നോ, ഞങ്ങൾ അങ്ങ് പോവാ കേട്ടോ. ശരി, ബാ. അപ്പൊ വന്ന കാര്യം പറയണ്ടേ? വന്ന കാര്യം പറയണ്ടെന്നാ? ഉണ്ണിക്കുട്ടാ ഇങ്ങ വാ. എന്താ അവിടെ പറഞ്ഞ വന്ന കാര്യം പറയണ്ടേ? അതൊന്നുമില്ല ആന്റി. ഏവൊക്കെ ചുമ്മാ ഇങ്ങനെ ഇടക്കിടക്ക് വാ. ഇല്ല അവിടെ നിക്ക്. എങ്ങടാ? അവിടെ നിക്കേ. മക്കളെങ്ങ വന്നേ? മാമനെ പാറക്കുട്ടി, മാമുത്തേ ആർത്തിക്ക് വാ. എന്താ മക്കളെ ചോദിക്കാൻ വന്ന് ചോദിക്ക്. ഹൈമാന്റെ വട്ടിന് ചിരിച്ചിട്ട് എവിടാ? മക്കളെ ആരാ പറഞ്ഞ മക്കളെ വട്ടിന് ചികിത്സ കാര്യം? ആരാ പറഞ്ഞ മോളെ? ദിയ ചേച്ചി. ചേച്ചി ദിയ ചേച്ചി. കൺട്രോൾ. നിങ്ങളിപ്പോ ഒരു കാര്യം പറയാൻ വന്നല്ലോ, അത് എന്താണെന്ന് തെളിച്ച് പറ. ഈ കാര്യമൊക്കെ വിട്. ഞാൻ പറയാങ്ങളെ. ആ അമ്മേ, ആ അമ്മ വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ഞങ്ങളെ. ഞങ്ങക്ക് കാര്യം എന്താണെന്ന് അറിയത്തില്ല. അപ്പോ അമ്മ ഒരു ഡോക്ടറെ കാണിക്കണമെന്നുണ്ട്. അപ്പൊ ആ കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഒറ്റയ്ക്ക് സംസാരിക്കുന്നു. ഇന്നൊന്ന് കാണണമല്ലോ, എനിക്കൊന്ന് കാണണം നേരിട്ട്. അല്ല അപ്പൊ ഡോക്ടറെ കാണിക്കണ്ടേ? ഡോക്ടറെ കാണാം, ഡോക്ടറൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ എനിക്കൊന്ന് കണ്ടിട്ട് കറക്റ്റായിട്ട് ഒന്ന് അനലൈസ് ചെയ്യണം എന്താ ഇഷ്യൂ എന്നുള്ളത്. എന്നാലേ എനിക്ക് ഡോക്ടറെ അടുത്ത് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ളത്. പോയിന്റ്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ആ ബാ അങ്ങള് ബാ. പോയി കാണുകയല്ലേ? കയ്യോടങ്ങ് പോവാ. നിർത്ത്. നീലിമയുടെ അല്ലേ ഇപ്പൊ പ്രശ്നം? അതാണല്ലോ ഇപ്പൊ സോൾവ് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം അവിടെ പോവാം, ബാക്കിയൊക്കെ പിന്നെ. ലെറ്റ്സ് ഗോ. ശരി. ആന്റി ഇടക്കിടക്ക് പറയും കേട്ടാ. നേരെ വിട്. നോട്ട് ഓക്കെ. പോട്ടെ, സാരല്ല. ബാ, come on, നടക്കൂ. നീലിമേനെ കാണണം. ഓ ശരി, വാ നീലിമ. എൻ്റെ പൊന്നു ബാലു, ഇത് എന്തോന്നിത്? ഒരാഴ്ച ഒന്നും പറഞ്ഞു പോയിട്ട് ഇത്ര ദിവസമോ? അവിടെ എന്ത് പണി ഇരുന്നിട്ട്? പറ, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇതുവരെ കുഴപ്പമില്ലല്ലോ. ഒന്ന് പോയോ പപ്പ. ഫോണിൽ സംസാരിക്കുന്ന കണ്ടാ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട്. ഇത് പക്കാ നോർമൽ. പപ്പയോട് സഹായം ചോദിക്കാൻ പോയി നമ്മളെ ഇടിക്കണം. അങ്കിളെ, അമ്മ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നത് കാണാത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്ന കാഴ്ചയൊക്കെ ഞാൻ ധാരാളം കണ്ടിട്ടുള്ളതാ. അതെ, നിങ്ങൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയല്ലോ. ഞാൻ ജനറൽ ആയിട്ടല്ലേ ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ ജനറൽ ആയിട്ട് എന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞത്. വലിപ്പം വിളിക്കാം. നിങ്ങളെ പോന്ന് ഞാനേ ദിയേനെ കാണാവുന്നാണ്. നീ അവിടെ ഇല്ലായിരുന്നോ? അത് ശരിയാണല്ലോ. അല്ല, ദിയേനെ കൊണ്ടാക്കാൻ വന്നാണ്. ദിയേന അവിടെ നിങ്ങൾ കൊണ്ടാക്കാൻ നീക്കുന്ന വഴി അറിയില്ലേ? അല്ല, അത് ശരിയാണ്, കറക്റ്റാണ്. അല്ല, ദിയെ നിങ്ങളോട് കൊണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. ഹൈമയ്ക്കും ആഗ്രഹമായിരുന്നോ? അല്ല, റാം വന്നപ്പോ എനിക്ക് കൂടെ വരാൻ അങ്ങനെ ഞാനും വന്നു. അതെ, അത് വല്ലാത്തൊരു ആഗ്രഹമാണ് കേട്ടോ. എന്നാ വാ, അകത്തോട്ടിരിക്കാം. ഓ, ഒരു കുഴപ്പമില്ല, നോർമലാണെന്ന്. അല്ല, എന്താ അറിയോ, പപ്പയ്ക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. നീലമ്മ, മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗ് അല്ലേ മമ്മി? മീറ്റിംഗ് ഉണ്ട്. അയ്യോ, പ്രജാത മെസ്സേജ് അയച്ചു. നിങ്ങൾ മറന്നാ മീറ്റിംഗ് ഉണ്ട്. ബാബുവാ, മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാൻ പറയുന്നത്. എനിക്ക് പ്രോബ്ലം സോൾവ് ചെയ്യണം. ഏത് പ്രോബ്ലം? അല്ല, പപ്പയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ട് നീലമ്മ. മമ്മി വരണ്ടേ വിളിച്ച. വാ, മീറ്റിംഗ് ഉണ്ട്. വാ, നമ്മൾ പോയിട്ട് പിന്നെ വരാം. അല്ല മോനെ, മോൻ പറഞ്ഞ മാതിരി അങ്കിള് ചെല്ലേ, പ്രചോദം വിളിക്കുന്നത് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞത് I can handle this. Oh, you no handle. പോയിക്കോ, വിട്. എന്ത് ഹാൻഡിൽ ചെയ്യാനാ പറഞ്ഞ? ഒന്നുമില്ല നീലമ്മ. ബാ ബാ ബാ, കറുപ്പ് ബാ. പപ്പയ്ക്കും മമ്മിക്കും ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നില്ലേ? അത് വീണ്ടും തുടങ്ങിയ? അല്ല, ഇപ്പൊ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ബാ. ഇതിപ്പോ നമ്മുടെ അമ്മയ്ക്കാണോ വട്ട്, അതോ ചേച്ചിയുടെ പപ്പയ്ക്കാണോ വട്ട്? Not the point. എടാ, നിങ്ങൾ പോയപ്പം മുതല് ഞാൻ നീലുവിനെ ശ്രദ്ധിക്കുക. എനിക്ക് ഉറപ്പാ, എന്റെ അമ്മ തന്നെ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും അമ്മൂമ്മ? എന്ത് ചെയ്യും? എനിക്ക് ഇപ്പൊ ചെറുതായിട്ട് പേടിയൊക്കെ തോന്നുന്നുണ്ട്. അത് ശരി, അമ്മൂമ്മയല്ലേ പറഞ്ഞേ? അമ്മൂമ്മയുടെ അമ്മ ഭയങ്കര പാവമാണ്, ഒന്നും ചെയ്യത്തില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് പറ്റി? പാവമൊക്കെ തന്നെ.
എന്നാലും അത്രയ്ക്ക് പാവമൊന്നുമല്ല. അമ്മുമ്മയുടെ അല്ലേ അമ്മ, നമ്മളിത് ആദ്യമേ ഊഹിക്കേണ്ടതായിരുന്നടാ. അല്ല, നിങ്ങൾ രാംകുമാറിനെ കാണാൻ പോയിട്ട് എന്തായി? നടക്കണൊന്നുമില്ല. അതെന്ത് പറ്റി? ഇത് നമ്മളെന്തെങ്കിലും ചെയ്യേണ്ട വരും അമ്മുമ്മ, അല്ലാണ്ട് വേറെ ഒന്നും നടക്കൂല. ചെത്തിയിട്ടങ്ങ് ഉണ്ടായാലേ ആ ചെന്നങ്ങോട്ട് കയറിക്കൊള്ളു, പറപ്പിക്കും അമ്മ. എന്നാലുണ്ട അമ്മയെ വേറെ എങ്ങോട്ടേലും കൊണ്ടുവന്ന് കള്ളം പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? അന്നേരം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അറിയത്തില്ലയോ? അമ്മൂമ്മ അത് അവിടെ ചെന്നിട്ടുള്ള കാര്യമല്ലേ. മാത്രമല്ല ഹോസ്പിറ്റലിൽ കുറെ പേരുണ്ടാവുമല്ലോ ഹെൽപ്പ് ചെയ്യാനായിട്ട്. എന്തിനാണ് അവധി ഇട്ടിട്ട് വീട്ടിൽ നിന്നിട്ട്? ഈ അവധി എടുത്താൽ വീട്ടിൽ നിൽക്കണ്ട, അതാ നല്ലത്. കണ്ടില്ലേ, തുണിയൊക്കെ മാറി അവിടെ ഇവിടെ ഇട്ടേക്കാണ്. മാറിയ ഡ്രസ്സ് പോലും എടുത്തു വെക്കാൻ പറ്റില്ല. ബാഗ് അവിടെ, ഡ്രസ്സ് ഇവിടെ ഒക്കെ പുറട്ടാറില്ല. എൻ്റെ മുതുക് പൊളിയാനുണ്ട്. വീട്ടിൽ നിന്നിട്ട് തുണിയും കഴുകി. ഇത് എല്ലാം കൂടി കൂടിയിരിക്കണത് പരദൂഷണം പറയായിരിക്കും അല്ലേ? ഓ, ചുമ്മാ ഇരിക്കുന്നു. വെറുതെ ഇരിക്കുവായിരുന്നു. അല്ല നീലമ്മ സംസാരിച്ചോ? വെറുതെ സംസാരിച്ചു. എനിക്ക് വെറുതെ സംസാരിക്കാൻ എന്താ വട്ടാ? എനിക്ക് വട്ടാണാ? നിങ്ങക്ക് എന്താ വട്ടണ്ടാ? അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും വട്ടാണ്. ഞങ്ങളത് രാവിലെ മുതലേ ഞങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ട്. ആണോ? നിങ്ങക്കൊക്കെ രാവിലെ തൊട്ടല്ലേ? എനിക്ക് എപ്പോഴേ തോന്നി നിനക്കൊക്കെ വട്ടാണെന്ന്. അതുകൊണ്ടാണല്ലോ ഞാൻ അവിടെ നിന്ന് ഓരോ പണി ചെയ്യുമ്പോൾ വന്നിട്ട് എന്തേ അമ്മ എന്നാ സംസാരിക്കണേ അമ്മ? വേറെ പണിയൊന്നും ഇല്ലല്ലോ, അങ്ങനെ എന്നോട് ഓരോന്ന് ചോദിച്ചു നടന്നാൽ മതിയല്ലോ. അതെ അതമ്മ, ഞങ്ങക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, നമ്മുടെ പണി നടക്കട്ടെ. അല്ലെങ്കിൽ അമ്മയുടെ പണിയല്ലേ നടക്കുള്ളൂ. നിങ്ങൾക്ക് പണിയൊന്നും ഇല്ലല്ലോ. സമയത്തിന് അടുക്കളയ്ക്ക് വരിക, എന്തെങ്കിലും എടുത്ത് കഴിക്കുക, എന്നിട്ട് പോയി ചുറ്റും കൂടി ഇരുന്ന് വട്ടം പറഞ്ഞ് കൊതിയെന്നോണയും പറയുക, പിന്നെ സമയമ്പോൾ പിന്നെയും വരിക, എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങുക, കോട്ടുവാ ഇടുക. ഇതൊക്കെയല്ലേ ഉള്ളൂ പണി, വേറെ പണിയൊന്നും ഇല്ലല്ലോ. എന്നിട്ട് പണിയെടുത്തിറങ്ങുന്ന ആൾക്കാരെ കുറ്റം പറയാൻ നടക്കുകയാണ്. ഈ ബാഗ് ഒറ്റ വീക്ക് എങ്ങനെ തരും? ബാഗ് നീ സ്കൂളിൽ കൊണ്ടുപോണ ബാഗാണ് ഇത്? അവിടെ കൊണ്ടിട്ടേക്കണേ എന്താ? നീ നിന്റെ ചുരിദാറാണോ അവിടെ കൊണ്ട് മാറിയിട്ടേക്കണത്? ഞാൻ ചുരിദാറിടൂലമ്മ. പിന്നെ ആരെ കൊച്ച ആ ഒരൊറ്റ വീക്കം തരും. മാറുന്ന ഡ്രസ് അവിടെ കൊണ്ട് റൂമിൽ കൊണ്ടിരണം, അല്ലെങ്കിൽ കഴിവാനടുത്ത് കൊണ്ടിട്ടോളാം. അല്ലാണ്ട് നിന്റെ പാൻറ് വല്ല കാര്യം ഉണ്ടായിരുന്നോ കൈ നീട്ടി അടി മേടിക്കാൻ? കൈ നടി മേടിച്ചിട്ട് അമ്മക്ക് എന്താവാ? ഇത് അമ്മൂമ്മയുടെ അമ്മ തന്നെ. ഞാനെന്തിനാണ് ഈ അകത്തോട്ട് പോണത്? ഈ അകത്തപ്പണി പിന്നെ ചെയ്യാം, പുറത്തപ്പണി ആദ്യം തീർക്കണതേ. ബാഗ് എടുത്ത് വെക്ക്. എത്ര പറഞ്ഞാലും കേൾക്കൂല. ഒരു സാധനം മടക്കി വെക്കാൻ പറഞ്ഞാൽ മടക്കി വെക്കൂല. കഴിയതെല്ലാം കൊണ്ട് ഒരു സ്ഥലത്ത്, കഴുകാത്ത വേറെ സ്ഥലത്ത്, ബാഗ് വല്ലെടുത്തും. വട്ടാണെങ്കിൽ പറയുന്നല്ലേ സത്യം. ചുമ്മാ ഇരി വെച്ചേ. കേശു, ഷോക്ക് അടുപ്പിക്കേണ്ടി വരുമോ? എന്തായാലും ഷോക്ക് അടുപ്പിക്കേണ്ട വരും അമ്മൂമ്മ. പോയിന്റ് ഷോക്കടിക്കണ്ട. പിന്നെ ഞാൻ ഉണ്ടല്ലോ. ഓ ചൂട് കൊണ്ട് പുറത്തോട്ട് ഇറങ്ങി നടക്കാൻ വയ്യ. കല്ല് കളിച്ചിട്ട് ഇവിടെ കൊണ്ടിടുവാണ്. വല്ലാത്ത കഷ്ടമാണ് ഈ കൊച്ചിനെ കൊണ്ട്. അത് വാരിക്കള, അതും ചെയ്യത്തില്ല. എന്തൊരു ചൂടാ അമ്മോ. ഇതെന്റെ അമ്മ തന്നെ. പേടിപ്പിക്കുന്നേ, ഒന്ന് കുത്തി വെച്ചേരും കേട്ടോ. ഊഞ്ഞാലിടുന്ന ആടുന്ന അമ്മൂമ്മ. പിന്നെ ഊഞ്ഞാൽ ആടാനുള്ളതില്ലയോ? തല വരുത്തട്ടോ, എന്തൊരു തലവേദനയാണ് ഈ ചൂടത്ത് നിന്നിട്ട്. ഓ, ഈ മാസത്തിൽ ഇത്രയും ചൂടുണ്ടാവോ? തണുപ്പില്ല ഇപ്പോൾ. സാധാരണ വൃശ്ചികമാസത്തിലൊക്കെ ചെറിയ തണുപ്പുള്ളതാണ്, അപ്പം അതുമില്ല. കെട്ടിവലിച്ചു കൊണ്ടുപോയാലും വേണ്ടില്ല, ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അല്ലെങ്കിൽ നമ്മുടെ അമ്മയെ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. കറക്റ്റ്. കമോൺ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറ്റൂ. നാടാ മോളെ നീലു, മക്കളൊന്ന് എഴുന്നേറ്റ്. ഒന്ന് എഴുന്നേക്ക്. എന്നെ കൊണ്ട് പറ്റൂല എണീക്കാനായിട്ട്. ഒന്ന് എഴുന്നേറ്റ കുഞ്ഞെ. അമ്മ എന്തോന്നമ്മ ആ വെയിലത്ത് ഞാൻ ഇങ്ങോട്ട് കയറുമെന്ന് ഇരുന്നതാ റിലാക്സ് ചെയ്യാനായിട്ട്. അപ്പൊ എണീക്കാൻ എന്തോന്ന് കാര്യം? അതൊക്കെ ശരിയാ, എന്നാലും നീ ഒന്ന് എഴുന്നേറ്റേ. വല്ലാത്ത കഷ്ടം തന്നെ ഉണ്ടാ നിങ്ങളെയൊക്കെ കൊണ്ട്. എന്തോന്ന് കാര്യം പറ. ഇതെന്ത് ഇത് നടുക്കിരുത്തിട്ട് ഒപ്പം കളിക്കാൻ പോണോ എല്ലാം കൂടി? കുഴപ്പമില്ലേ? എന്ത് കുഴപ്പം? കുഴപ്പമുണ്ട് യേശുവേ, കൺഫേമായിട്ട് കുഴപ്പം. ഞാനൊരു കാര്യം പറയട്ടെ, നീ അതെ അതിന്റെ രീതിക്ക് എടുക്കണം. ആദ്യം ഈ കറക്കം നിർത്തി. എനിക്ക് തന്നെ തല ഊറ്റുണ്ട് ഇങ്ങനെ കറങ്ങണം കണ്ടിട്ട്. കറക്കം നിർത്തിയിട്ട് കാര്യം പറ. ഒരിടത്ത് നിന്നേ 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 പോ പോ. ആ കാര്യം പറ. എന്തോന്ന് സുഖമില്ലടി മോളെ. എന്നാ വാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. എനിക്കല്ല, പിന്നെ ആർക്ക്? നിനക്ക്. എനിക്കെന്തെന്ന് അസുഖം?
പറ, എനിക്കെന്തെന്ന് അസുഖം? അമ്മയ്ക്ക് വട്ടായി. അമ്മയ്ക്ക് വട്ടായതാ? ആ, എനിക്ക് വട്ട തന്നെയാണല്ലോ. നിന്നെയൊക്കെ വെറുതെ ഇരുത്തിയിട്ട് ഇത്രയും നേരം ഈ പണിയെല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് തീർത്തല്ലോ. അപ്പൊ പിന്നെ തലയ്ക്ക് സുഖമില്ലാത്ത ആളല്ലേ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. നീ ഒന്നും പറയണ്ട, പിടിക്കു പിള്ളാരെ. സോറി അമ്മ, എന്തൊക്കെ പറഞ്ഞാലും അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറ്റുള്ളൂ. അമ്മ ക്ഷമിക്കണം. സോറി സോറി സോറി. എന്താ നിങ്ങക്ക്? എന്തിനാ സുഖ? എന്താ? നീ രാവിലെ മുതൽ ഒറ്റയ്ക്ക് സംസാരിച്ചോണ്ട് നടക്കുമല്ലയോ? അതാണ് എൻ്റെ അസുഖം. അതൊരു അസുഖമാണോ? അമ്മയുടെ അമ്മ ഒറ്റയ്ക്ക് സംസാരിക്കില്ലായിരുന്നോ? സംസാരിക്കും. അമ്മമ്മക്ക് പ്രാന്താണെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ? ഇല്ല. അമ്മ ഒറ്റയ്ക്ക് സംസാരിക്കില്ലായിരുന്നോ? അത് പറമ്പിക്കൂടൊക്കെ നടന്നില്ലോ. അത് ഒറ്റയ്ക്കല്ലേ സംസാരിക്കണേ? എന്നിട്ട് അമ്മയ്ക്ക് പ്രാന്താണെന്ന് പറഞ്ഞ അവിടെയുള്ള ആൾക്കാർ അമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ? പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ മാത്രം എനിക്ക് എന്താ വട്ടാണോ? വട്ടുള്ളവർ മാത്രം ഒറ്റയ്ക്ക് സംസാരിക്കോളാം? അമ്മ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒറ്റയ്ക്ക് സംസാരിക്കും. ഒറ്റയ്ക്ക് സംസാരിക്കാത്ത ആരുമില്ല. അമ്മ നിങ്ങളോടൊക്കെ സംസാരിക്കുന്ന പോലെ തന്നെ ഇവിടുത്തെ മരങ്ങളോടും ചെടികളോടും ചട്ടിയോടും പാത്രങ്ങളോടൊക്കെ സംസാരിക്കാം. ഒരു കുഴപ്പമില്ല. ദിവസേന കാണുന്നതല്ലേ ഇതൊക്കെ ഇവിടെ? ഇല്ലേ? സംസാരിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് നമുക്ക് വട്ടാവോ? പിന്നെ എന്തിനിങ്ങനെ പറയണത്? അപ്പൊ അമ്മയ്ക്ക് വട്ടില്ലേ? വട്ട് നിന്റെ അച്ഛനാടാ. നോട്ട് പോയി.